എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി നമുക്ക് ഇന്നൊരു ദിവസം കൂടി ആരംഭിക്കാം. ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുമ്പ് തന്നെ മനോഹരമായൊരു ഗാനം, മനോഹരമായൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. കാരണം ചില ദിവസങ്ങളിൽ ഞാനിന്ന് ഇങ്ങനെ രാവിലെ മുതലേ ഒരു പരിപാടിയിലായിരുന്നു. വൈകിട്ട് ഞാനിങ്ങനെ നടക്കാൻ വന്നിട്ട് നിന്ന് നടക്കാൻ ഇറങ്ങി ഒരു 10 മിനിറ്റ്. അപ്പോൾ ഞാൻ വൈഫിനോട് പറയായിരുന്നു, കുറേ ദിവസമായി ഞാൻ പാട്ട് കേട്ടിട്ട്, പാട്ട് കേൾക്കാൻ സമയം ഉണ്ടാവില്ല, മറ്റോരോ പരിപാടിയുടെ ഇടയിൽ പാട്ട് കേൾക്കാൻ സമയം, അങ്ങനെ കുറച്ച് പാട്ട് കേൾക്കാമെന്ന് കരുതിയിട്ട് പിന്നെ അതിനായിട്ട് സമയമില്ല. അതുകൊണ്ട് കുളിക്കാൻ കയറുമ്പോൾ ഫോണും എടുത്തിട്ട് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുളിച്ചുകൊണ്ട് കുറച്ചു നേരം പാട്ട് കേട്ട് അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ തോന്നി, ഇന്ന് അംബികേച്ചി വന്ന ഒരു പാട്ട് പാടിക്കണം. കാരണം കുറേ ദിവസം അംബികേച്ചിന് എനിക്ക് പാട്ട് പഠിക്കാനൊക്കെ കിട്ടിയിട്ട്, എന്റെ സഹോദരിയാണ്. അതുകൊണ്ട് നിങ്ങളോട് പ്രൗഡ്ലി ഐ എം സെയിങ്, അംബികേച്ചിയെ പാട്ട് പാടാനായിട്ട് ഇതിനു വേണ്ടി ക്ഷണിക്കുകയാണ്. അംബികേച്ചിയുടെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പല പല പരിപാടികളുണ്ട്. പിന്നെ സി കേരളയിൽ ഒരു വലിയ പ്രോഗ്രാം വരുന്നുണ്ട്. അതുപോലെ പല പല പരിപാടികൾ ഇനി വരാനിരിക്കുന്നുണ്ട്. നമുക്ക് ലക്ഷ്യമുണ്ട്, ഞങ്ങൾ എഴുതി തയ്യാറാക്കിയ ലക്ഷ്യമുണ്ട്. അതിലേക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് നിങ്ങൾ വീണ്ടും ഈ പണ്ട് ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ പാടുന്നുണ്ട് അംബികച്ചിയല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും അംബികച്ചിയൊക്കെ വളരും. നിങ്ങൾ എല്ലാവരും എന്താ പറയാ, നിങ്ങൾ എല്ലാവരും പ്രോത്സാഹത്തിന് നന്ദി. അംബികച്ചിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ യൂട്യൂബിലേക്ക് കാണുമ്പോൾ ഒന്ന് കമന്റ് ചെയ്യുക, ഇത് ഇന്ന ആളല്ലേ എന്ന് പറയുക. ഓക്കെ, താങ്ക് യു അംബികച്ചി. കൂടുതൽ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നല്ല 1-2 പാട്ടുകൾ പാടും. താങ്ക് യു. താങ്ക് യു. പുലരിയിൽ വിരിയും സുമം, സന്ധ്യയിൽ പൊഴിയും ദ്രുതം, ക്ഷണികമെങ്കിലും അനുപമം, അഴകിലവയൊരുക്കിടും പരമജ്ഞാനമേ ദൈവമേ, കൈവണങ്ങി നമിപ്പൂ ഞാൻ, കൈവണങ്ങി നമിപ്പൂ ഞാൻ. ഉഷസുണർന്നു വിളിക്കയായി ഉണരു മനസ്സേ സാദരം, കനിവരിഞ്ഞൊരു രാവൊടുങ്ങി കനിവ് പോലെ പൊതുദിനം, പുലരി മഞ്ഞല പോരുകി മറയും മുതലിയ ശോഭ, ഉടയവൻ ചൊരിയും ശുഭം. പുലരിയിൽ വിരിയും സുമം, സന്ധ്യയിൽ പൊഴിയും ദ്രുതം, ക്ഷണികമെങ്കിലും അനുപമം, അഴകില്ലവയൊരുക്കിടും പരമജ്ഞാനമേ ദൈവമേ, കൈവണങ്ങി നമിപ്പൂ ഞാൻ, കൈവണങ്ങി നമിപ്പൂ ഞാൻ. താങ്ക് യു. ഒരു വിഘ്നേശ്വര സ്തുതിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായി. പറ്റുന്നത് മൂക്കിലേയും കൂടി ആയിക്കോട്ടെ, രണ്ടും കൂടി. മൂക്കിൽ ക്ലിയർ ആണെന്ന് അറിയില്ല, ശ്രമിക്കാം. രണ്ടും കൂടി വേണം, രണ്ടും വേണം. ഏത് രണ്ടും വേണമെന്ന്, മൂക്കിലും വേണം മറ്റതും വേണം, രണ്ടും വേണം. എന്നാ നേരിട്ട് പാടിയിട്ട് വേണം. മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ, മരുക നീയൻ അറിവിൻ പതിയായി ഹരനുടെ തിരുമകനെ, ശ്രീ ഹരനുടെ തിരുമകനെ, മദഗജമുഖനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ. സോറി, സൗണ്ട് ശരിയാണ്. മൂക്കില പാടാന്. ഓക്കെ.
ഓക്കെ, നോ പ്രോബ്ലം. ഫൈൻ ഫൈൻ ഫൈൻ. സൗണ്ട് താങ്ക് യു. ശരി വരുന്ന. ആ ഓക്കെ, താങ്ക് യു. എനിക്കത് ആദ്യം. ഇന്നാണ് പ്രോഗ്രാം വരുന്ന സി കേരളത്തിൽ 9 മണിക്ക്. ഓ, ഇന്നാണോ? ഇന്നാണ് തോന്നുന്നു, പരസ്യത്തിൽ കാണിച്ചിരുന്നു. ഇന്നില്ലെങ്കിൽ നാളെ ഉണ്ടാവും. അപ്പൊ ലിങ്ക് ഒന്ന് ഇട്ടേ കേട്ടോ. നമുക്കെല്ലാരും ടി വി, ഇപ്പൊ എല്ലാവരും ടി വി ഇല്ലല്ലോ നമ്മുടെ അടുത്ത് എല്ലാവരും, അതുകൊണ്ട് അതെ. കണക്ട് ചെയ്താൽ വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. കാരണം എന്താ പറയാ, ഇപ്പൊ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു മൂക്കിലെ ചെറിയൊരു വിഷയമുണ്ട്, അല്ലെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് ഉണ്ടായിരുന്നു. അതെ, എനിക്ക് 2 ദിവസം മുമ്പേ നല്ല കോൾഡ് വന്നിരുന്നു. അങ്ങനെ അത് ശരിയായി വന്നു. അത്ര. ഇറ്റ്സ് ഓക്കെ. ഐ ആർഫൈ ദി സിറ്റുവേഷൻ. താങ്ക് യു. താങ്ക്സ്. ഐ ആർഫൈ സിറ്റുവേഷൻ. പറ്റില്ല. ഓക്കെ. നമ്മുടെ അഡ്മിനും കോൾഡാണ്. സീതക്കും പനി, കോൾഡല്ല, പനി തന്നെ വന്നത്. സൗണ്ട് ക്ലിയർ അല്ലേ? സാറിന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. സാറിന്റെ സൗണ്ട് ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ. 2 മിനിറ്റ് 5 മിനിറ്റ്സ് തരാം. യെസ്, അജിത പറഞ്ഞോളൂ. അജിത അൺമ്യൂട്ട് ചെയ്തോ. സർ, ഞാന് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇതിൽ കയറാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് 2 ആഴ്ച മുമ്പ് ഇതിൽ കയറാനും പറ്റുന്നുണ്ടായിരുന്നില്ല. മെഡിറ്റേഷൻ ക്ലാസ്സിലൊന്നും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര സംഘർഷമായിരുന്നു. ഹസ്ബൻഡിന് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആകെ പെർപ്ലെക്സ്ഡ് ആയിരുന്നു. എന്നിട്ട് IR5 സിറ്റുവേഷൻ അത് ഞാൻ കുറെ പ്രാവശ്യം ചെയ്തു. പിന്നെ LOA അതിൽ ആ ബ്രീതിങ് ഉണ്ടല്ലോ, ബ്രെത്ത് വലിച്ചിട്ട് അതും ചെയ്തു. എനിക്കൊരു നല്ല വൈദ്യനെ കിട്ടി. അപ്പോ സർജറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഫസ്റ്റ് സ്റ്റേജ് ആണ്, എന്നാലും സർജറി ചെയ്യാൻ പറ്റില്ല, വേറെ കുറെ കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. അപ്പോൾ ഈ 3 ദിവസം ഇത് ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു വൈദ്യനെ കിട്ടി കാലടിന്ന്. ഇപ്പൊ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് വെച്ചാൽ മിറാക്കുലസ് ഇമ്പ്രൂവ്മെന്റ്. അത് സാറിന്റെ ഇത് ചെയ്തുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മെഡിറ്റേഷൻ ചെയ്യണോണ്ടും സാറിന്റെ ക്ലാസ് LOA ചെയ്തുകൊണ്ടും IR5 സിറ്റുവേഷൻ ചെയ്തുകൊണ്ടും ജേർണൽ എഴുതിക്കൊണ്ടും ഇതെല്ലാം കൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്ന് മാത്രമല്ല, ഇന്നിപ്പോ ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ദിവസമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതായത് സാറിന്റെ ക്ലാസ് തുടങ്ങുമ്പോ എന്റെ കാലിലൊരു വൈബ്രേഷൻ തുടങ്ങും. അതായത് സാറിന്റെ ക്ലാസ് തുടങ്ങി എന്ന് പറയണ പോലെ. അപ്പൊ അപ്പോഴാണ് ഞാൻ ഓർക്കണത് തന്നെ, സാറിന്റെ ക്ലാസ് ആയിരിക്കുമോ. ഞാൻ വെറുതെ നോക്കുമ്പോൾ കറക്റ്റ് 8 മണിയായിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് 9 മണിയായിരിക്കും. ഞാൻ ഏത് ക്ലാസ്സിലാണ് ചേർന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ കാലിക്കൂടി ഇങ്ങനെ ഒരു വൈബ്രേഷൻ. എന്താ അറിയില്ല. ഒരു വലിയൊരു നന്ദി സാറിന്, പ്രപഞ്ചത്തിന്. ലോ ഓഫ് അട്രാക്ഷന്റെ ആ ടെക്നിക്ക് നമ്മള് ബ്രീത്തിങ് അല്ലേ? അതെ, ബ്രീതിങ്. ഇന്ന് നിങ്ങൾക്ക് അതുപോലത്തെ ഒരു സാധനമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതും ഇതിന്റെ സൂപ്പർ പവർഫുൾ ആയ ഒരു സാധനം പഠിപ്പിക്കണം. വിശ്വനാഥൻ സംസാരിച്ചു. താങ്ക് യു അജിത. ഇറ്റ് വിൽ ഓക്കെ. അജിത R5 സിറ്റുവേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. എത്രയും പെട്ടെന്ന് അവർക്ക് എല്ലാ സുഖത്തിൽ നിന്നും പുറത്തു കറങ്ങി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ സാധിക്കും. അതിനുള്ള എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. ബ്ലെസ്ഡ് അബൻഡൻസ്. വിശ്വനാഥൻ പറഞ്ഞു. വിശ്വനാഥൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ, അൺമ്യൂട്ട് ചെയ്തു. ഹലോ, പറഞ്ഞു. സാറ് 2 ദിവസമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സാറിന്റെ ക്ലാസ്സിന് കയറാൻ വേണ്ടിട്ടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ മോള് വന്നിട്ട് അവളുടെ ഫോണിൽ നിന്നാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ പേര് വിശാലനാണ്, ഒറ്റപ്പാലാണ് വീട്. അപ്പോ നമ്മളിപ്പോ ലേശം ബുദ്ധിമുട്ടിലാണ്. ഒരു 10-20 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ട്. അപ്പൊ സാറിന്റെ ക്ലാസ്സിൽ കൂടെ കയറിയിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു സാറ് എന്തെങ്കിലും ഒരു കോമഡി കണ്ടാലും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നുണ്ട്. ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോ അതിന് ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോ
അപ്പൊ ഒരു ചെറിയ 10 ബാധ്യത, 10 20 ലക്ഷം ലക്ഷത്തിൽ ചെറിയ ബാധ്യതയേ ഉള്ളൂ അല്ലെ? എന്താ സംഭവം? ഞങ്ങൾക്കൊരു 10-20 ലക്ഷം ഉറുപ്പിയുടെ ബാധ്യത ഉണ്ട് സാർ. അപ്പൊ വീട് വിൽക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ല. ഒരു പ്രാവശ്യം വന്നോടും പിന്നെ വീട് ഒന്നും ചോദിക്കുന്നില്ല, എന്താ കൊടുക്കുന്നുണ്ടോ എന്താണെന്നൊന്നും. അപ്പൊ അപ്പൊ അത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, വിറ്റിട്ട് ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ ബാധ്യത ആയത്? ബാധ്യത മോളുടെ കല്യാണം, പിന്നെ വീട് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ ബാധ്യതകളായതാണ്. ആർഭാട ബാധ്യത? ആർഭാടല്ല സാർ, നമ്മൾ ചെയ്യേണ്ടത് അതെ ചെയ്തു പിന്നെ എന്നുള്ള രീതിയിലുള്ള ചെയ്യണല്ലോ, കടം മേടിച്ചിട്ടായാലും നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തപ്പോ അങ്ങനെ ബാധ്യത ആയതാണ്. അതെ അതെ, ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട കടമകൾ ചെയ്യണം. അപ്പൊ പക്ഷെ വീട് വിറ്റിട്ടെങ്കിൽ ബാധ്യത ഇപ്പൊ വീട് കെട്ടാൻ വേണ്ടി ബാധ്യത മേടിച്ചു, അവസാനം വീട് വിൽക്കേണ്ട അവസ്ഥ. എന്താ പറയണ വിശ്വനാഥ, എന്താ ഇതിനൊക്കെ അർത്ഥം? സാറേ വീട് വെക്കേണ്ട ഒരു അവസ്ഥയില്ല. കാരണം അതെ, ഇപ്പൊ അപ്പൊ പിന്നെ കൂലി പണിക്ക് എന്താണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് മുന്നേ എന്താ അവസാനം കൂടുതലും നേടിയത്? വീട് വിൽക്കാൻ വേണ്ടിട്ട്, വീട് ഉണ്ടാക്കാൻ വേണ്ടി കടം മേടിച്ചു, അവസാനം വീട് വിറ്റിട്ട് കടം വിറ്റി അല്ലേ? അതിനുള്ള ശ്രമങ്ങളാണ്. സാരല്ല, പക്ഷെ വഴി എന്നിട്ടും വഴി അതിലും നോക്കാം. നമുക്ക് നമുക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും പറ്റുന്നില്ല. വഴിയെ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പൊ എന്താന്ന് വെച്ചാല് പറയാം കേട്ടോ. ഓക്കെ, നോക്കട്ടോ, വെയിറ്റ് ചെയ്യും, ഇവിടെ ഇരിക്കട്ടോ. ശരി. ഗീതാ വേലായുധൻ പറഞ്ഞു. സാർ എന്തായാലും അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. എന്തായാലും വഴി ഒരു ക്ലാസ് കേൾക്കൂട്ടോ, വഴികൾ ഉരുത്തിരിഞ്ഞു വരും. ക്ലാസ് കേൾക്കൂ, വഴികൾ ഉരുത്തിരിഞ്ഞു വരും ട്ടാ. ശരി സാർ. ഗീതാ വേലായുധൻ പറഞ്ഞു, മുന്നോട്ട് ചെയ്തോ. ഹലോ സാറേ, ഗുഡ് ഈവനിങ് സാറേ. സാറിന്റെ ക്ലാസ് ഞാൻ കുറച്ച് നാളായി ഫോളോ ചെയ്യുന്നത്. അപ്പോ എന്റെ സന്തോഷം എന്താന്ന് വെച്ചാല്, ഞാൻ ഒരു 2023 ഡിസംബറിൽ ഞാനൊരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ 2021 ഡിസംബറിൽ ഞാനൊരു അച്ചീവ്മെന്റ് ചെയ്തു. അപ്പൊ അതെനക്കൊരു മോശമില്ലാത്തൊരു 11ാമത്തെ സ്റ്റേജാണ് ഞാൻ പിടിച്ചിട്ടുണ്ടായത്. അപ്പോ അത് കഴിഞ്ഞ് നമ്മുടെ കമ്പനി 2023 ഫെബ്രുവരിയോടുകൂടി നമ്മുടെ പ്ലാനെല്ലാം മാറ്റി. അപ്പോ സിസ്റ്റത്തില് വരുമാന സാധ്യത കുറച്ചും കൂടി കൂട്ടി. അപ്പൊ വെച്ചാൽ എന്റെ ഒപ്പരുണ്ടായ ടീമെല്ലാം കുറച്ച് ഡൗൺ ആയി. അപ്പോ 2023 ഫെബ്രുവരിയിൽ കമ്പനി ലാഭവിഹിതം ആനുവൽ മാസത്തിന്റെ ലാഭവിഹിതം വീതിച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ആ ഫെബ്രുവരിയിൽ കുറച്ച് ഗ്രോത്ത് കൂടിയത് കൊണ്ട് എനക്ക് ആ 2023 ഫുള്ളും എനക്കത് കിട്ടിയില്ല. ഈ 2024 ഫുള്ളായിട്ടും എനക്ക് കിട്ടിയില്ല. അപ്പൊ ഈ 2024 ഡിസംബറിൽ ഞാൻ സാറിന്റെ ക്ലാസ് ഫോളോ ചെയ്തതിനനുസരിച്ച് അപ്പൊ ഞാൻ എന്റെ ടീമിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ പിന്നെ ഗ്രോത്ത് ബോണസ് മേടിക്കാനുള്ള സിറ്റുവേഷനിലെത്തി. ഈ 2024 ഡിസംബർ 11:55 ഞാൻ ആ ഒരു എന്റെ കൂടെയുള്ളവരെല്ലാം അച്ചീവ് ജയിച്ച് വന്ന് ഞാൻ ആ ലാഭവിഹിതം മേടിക്കാനുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അതുകൊണ്ട് അന്നേരം തന്നെ സാറോട് നന്ദി പറയാൻ വേണ്ടി ഞാൻ നിന്നിന്. പിന്നെ ഇത്രയും ദിവസവും എനക്ക് പറ്റിയില്ല, അതാണ്. താങ്ക് യു സാറേ. ഞാൻ ഇനി എനക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്താം. ലാഭവിഹിതം കിട്ടിയില്ല, അതിനിപ്പോ ഫെബ്രുവരിയിലേക്ക് കിട്ടൂല. പക്ഷെ ആ സ്റ്റേജ് അത് പിടിച്ചു. റെഡിയായി, സ്റ്റേജ് റെഡി. ഫെബ്രുവരി 7-ാം തീയതി പൈസ കിട്ടൂല. പക്ഷെങ്കിൽ എന്നാലും എനക്ക് ഇങ്ങനെ എന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ ടീമല്ല, വേറെ ടീം ആയാലും അവർക്കെല്ലാം ചെറിയ തോതിലും വലിയ തോതിലും എല്ലാം ലാഭവിഹിതം കിട്ടി. പക്ഷെ ഞാൻ 2023 ഫെബ്രുവരിയിൽ എനക്ക് വന്ന ഗ്രോത്ത് പിന്നെ വന്നില്ല, പിന്നെ കുറഞ്ഞു പോവുക ചെയ്തു. അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ കേട്ടോ. സന്തോഷം. അതെ അതെ. താങ്ക് യു സാറേ. സാറിന്റെ അനുഗ്രഹം എന്തായാലും വേണം. താങ്ക് യു. ഓക്കെ, ശരി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ? നമുക്ക് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ക്ലാസ് കേൾക്കേണ്ടി വരും കേട്ടോ. അതെല്ലാവരും ചിലപ്പോ ക്ഷമിക്കണം എന്ന് അഡ്വാൻസ് ആയിട്ട് പറയേണ്ടി വരും. ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലെ? എപ്പോഴും ദിനേശ് സാർ ഇവിടെ ആർക്കും എവിടെയും മാജിക്കുകൾ പഠിപ്പിച്ചിട്ടില്ല, മാജിക്കുകൾ അറിയില്ല. സത്യസന്ധമായി കാര്യങ്ങൾ പറയുക, സത്യസന്ധമായി കാര്യങ്ങൾ വിശകലനിക്കുക, അതിൻ്റെ ഇടയിൽ കൃത്യമായി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നു. ഞാൻ പറയുന്നത് ആത്മാർത്ഥതയോടെ ആയതുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്ക്
ഈ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അല്ലാതെ അതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ഇല്ല. നിങ്ങൾക്ക് എന്നെ കണ്ടവർക്കൊക്കെ അറിയാം. ഞാൻ ഈ കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഇരിക്കുന്നുള്ളൂ, ആള് ശുദ്ധനാന്നേ, വേറെ ഒന്നുമില്ലെന്നേ. അതുകൊണ്ട് ആദ്യം തന്നെ പറയാം. പിന്നെ രണ്ടാമത് പറയാനുള്ളത് കുറച്ച് സീരിയസ് ആയ കാര്യമാണ്. അത് ആദ്യം ഒന്ന് അഡ്വാൻസ് ആയി പറഞ്ഞതാണ്. നോക്കൂ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ഇത് ജീവിതത്തിൽ പല മാറ്റങ്ങളും, നിങ്ങളും ഞാനും ഒക്കെ എല്ലാവരും കേട്ടോ, ഞാനും നിങ്ങളും ഒക്കെ അടക്കം ജീവിതത്തിൽ എപ്പോഴും മാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടണം, നിലവിലുള്ളതിനേക്കാളും അപ്ഗ്രേഡ് ചെയ്യണം എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞാനും അതെ, നിങ്ങളും ഒക്കെയാണ്. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്തരം വേദികളിൽ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കാണാം, ഇതല്ലാത്ത പല ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ സമൂഹത്തിലുണ്ട്, ഒക്കെ ഉണ്ടാവും. അവരെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അവർ നമ്മുടെ വിഷയമേ അല്ല. നമ്മൾ നിരന്തരം മാറ്റത്തിനും ഇതിനേക്കാളും ബെറ്റർ ആവണം, എനിക്ക് കുറച്ചും കൂടി സ്വസ്ഥമാവണം, സന്തോഷമാവണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണ്, ചിന്തിച്ചത്. അപ്പോ ആദ്യം തന്നെ നമ്മൾ ക്യാപ്സൂൾ കഴിക്കണം അല്ലെ? ക്യാപ്സൂൾ കഴിക്കാതെ പോയാൽ ശരിയാവും. രാവിലെ തന്നെ, ഇന്ന് രാവിലെ ഒരാൾ യൂട്യൂബിൽ കമന്റ് ചെയ്യാണ്, സാറ് രാവിലെ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ സാറിന്റെ വീഡിയോ എടുത്തു കയറും, പക്ഷെ ക്യാപ്സൂൾ കഴിക്കാൻ പോകുമ്പോഴാണ് ഓടിപ്പോയി പെന്നും ബുക്സും എടുത്തു കൊണ്ടുവരാൻ എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ക്യാപ്സൂൾ മറക്കരുതെന്ന്. അപ്പൊ ഞാനും ശരിക്കും മറന്നുപോയി, മറ്റൊരു കാര്യത്തിൽ പറഞ്ഞു പോകണം. അപ്പൊ നമുക്ക് ഗുളിക കഴിച്ചിട്ട് തുടങ്ങാം. അപ്പൊ ചോദ്യം ഇതാണ്, ഗുളിക കഴിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾക്ക് നേടാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കാര്യം, അതിനു വേണ്ടി ഒരു 60 സെക്കൻഡ് നേരം, വെറും 60 സെക്കൻഡ് നേരം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിക്കുക. 60 സെക്കൻഡ് നേരം ഉള്ളവർ മാത്രം അതിനുവേണ്ടി തയ്യാറാവുക. വെറും 60 സെക്കൻഡ്. യെസ്, പോരട്ടെ. ഐ എം ഹാപ്പി വിത്ത് റെഡി. രണ്ടും കൂടി പകുതിയാണ് ഞാൻ പറഞ്ഞു. മുമ്പ് പറഞ്ഞിരുന്നു, ടാബ്ലറ്റ്സ് പറഞ്ഞിരുന്നു. നിങ്ങൾ ചുവന്നയും വെള്ളയും കൂടി ടാബ്ലറ്റ്സ് കഴിച്ചിട്ടില്ലേ? പ്ലാസ്റ്റിക് പാക്കറ്റുള്ള, ഒരു സൈഡ് വെള്ള, ഒരു സൈഡ് ചുവപ്പ് അല്ലെ, അല്ലെങ്കിൽ പച്ച, വെളുപ്പ്, അങ്ങനെയൊക്കെയുള്ള ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നല്ലോ പണ്ട്. ആയുർവേദമൊക്കെ മേടിക്കാൻ കഴിഞ്ഞാൽ പച്ചയൊക്കെ കിട്ടും, ആയുർവേദിക് ടാബ്ലറ്റ്സ്. അതുപോലെ ഒരു സൈഡ് റെഡി, ഒരു സൈഡ് ഹാപ്പി, രണ്ടും കൂടിയിട്ട് ഒന്നിച്ച് ചേർന്നിട്ട് ഒരു വിഴുങ്ങി റെഡി ആവട്ടെ. പോരട്ടെ, എല്ലാവരും പോരട്ടെ. യെസ്, പോരാ. 242 ആൾക്കാരുണ്ട്. ആകെപ്പൊഴി 100 ആൾക്കാരെ ടാബ്ലറ്റ്സ് കഴിച്ചിട്ടുള്ളൂ. കഴിച്ചവർക്ക് നേരത്തെ അജിത പറഞ്ഞ പോലെ കാലിന്റെ അടിയിൽ നിന്ന് ഒരു വിറയൽ വേണമെങ്കിൽ കഴിച്ചോ, കൃത്യമായി അത്രയും വേണ്ടത്. എന്തെങ്കിലും മാറ്റം ഉണ്ടാവാൻ, എന്തെങ്കിലും എനിക്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ, യെസ്, റെഡിയാണല്ലോ അല്ലെ? എല്ലാവരും റെഡിയാണ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ഇന്ന് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. നാളെ രാവിലെ നിങ്ങൾക്ക് അത്രയും ഒരു റിസൾട്ട് ഉണ്ടാവുന്ന തരത്തിലേക്ക് നിങ്ങൾ ഉപയോഗിക്കുക. ആത്മാർത്ഥമായി ആരാണോ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അവർക്കത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പൊ 1-2 കാര്യങ്ങൾ, ഈ ആത്മാർത്ഥതയും നമ്മൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ വിശകലനം ചെയ്തു നോക്കണം. സമൂഹത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോഴും എന്തുകൊണ്ട് നമുക്ക് പലർക്കും പല കാര്യങ്ങളും ലഭിക്കുന്നില്ല എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ? അതിനൊരു കാര്യം പറഞ്ഞു പോകാം. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ്, നമ്മൾ സംശുദ്ധരായിരുന്നാൽ, നമ്മളിൽ കളങ്കമില്ലാതിരുന്നാൽ, നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ വാശി, വൈരാഗ്യം ഇത്യാദി, കാമലോപ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുമല്ലോ, അതൊന്നും ഇല്ലാതിരുന്നാൽ, നമ്മൾ ക്ലിയർ ആയിരുന്നു കഴിഞ്ഞാൽ, നമുക്ക് ആരുടെ മുന്നിൽ നിന്നും സംശുദ്ധമായി പുഞ്ചിരിക്കാൻ സാധിച്ചാൽ, ഒരു തരത്തിലും നമുക്ക് കളങ്കമില്ലാതെ നമ്മളോട് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും നമുക്ക് ലഭിക്കും. ഇല്ലാതെ പ്രകൃതിക്കൊരു സത്യമുണ്ട്, അത് അറിഞ്ഞു മാത്രമേ കൊടുക്കുള്ളൂ. ആരുടെ കൈകളിൽ എവിടെ പോകണമെന്ന് അതിന് കൃത്യമായി അറിയാം. അർഹതപ്പെടാത്ത കൈകളിലേക്ക് അത് ലഭിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും അറിയാം. അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്, പലർക്കും ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അത് അതുപോലെ പോയിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. 2018-ലോ 2019-ലോ ആണെന്ന് തോന്നുന്നു, കേരള ലോട്ടറിയുടെ 1 കോടി രൂപ ലോട്ടറി അടിച്ച ഒരു മനുഷ്യൻ
ഇന്നിപ്പോ വീടിന്റെ കട്ടിലുകളും വാതിലുകളും അഴിച്ച് വിൽക്കുന്ന വീഡിയോ അവർ സംപ്രേഷണം ചെയ്തിരിക്കുന്നു. അവിടെ ഞാൻ ശ്രദ്ധിച്ചത് മാത്രമല്ല, കട്ടിലയും വാതിലും അഴിച്ച് വിറ്റു എന്ന് മാത്രമല്ല മനുഷ്യൻ, ഈവൻ സ്വിച്ച് ബോർഡ് അടക്കം അഴിച്ചിട്ട് വിറ്റു, ആ വയറടക്കം അഴിച്ചു വിൽക്കുന്നു വീട്ടിന്റെ. എന്തായിരിക്കും സംഭവിച്ചത്? എന്നിട്ടും ആ മനുഷ്യൻ പറഞ്ഞ കാര്യമാണ് എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത്. പുള്ളി പറഞ്ഞത്, എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടല്ല ഞാനിത് ചെയ്യാത്തത്, ഞാൻ ഇത് കിട്ടിയപ്പോ എല്ലാവർക്കും സഹായിച്ചു, അവരെല്ലാം എന്നെ വിട്ടു പോയി, അതുകൊണ്ട് എനിക്കിപ്പോ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, വേറെ നിർവാഹമില്ല എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. 1 കോടി കിട്ടിയപ്പോ അതിൽ നല്ല വീട് വെച്ചു, അതിലായി 5 ബെഡ്റൂമുള്ള വീട് വെച്ചു, 5 ബെഡ്റൂമിലും AC വെച്ചു, 5 മക്കൾക്ക് റൂം കൊടുത്തു, ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എല്ലാ കുടുംബത്തെ നോക്കി. ഒരു കഷ്ടം വന്നപ്പോ എല്ലാവരും അവരവർ വഴിക്ക് പോയി. അവസാനം പുള്ളി AC ഒക്കെ അഴിച്ച് വിറ്റ് ഓരോന്നും കഴിഞ്ഞു. ഇപ്പൊ അവസാനമുള്ളത് കട്ടിലേയും മതി. പുള്ളിയൊക്കെ എനിക്ക് കടന്നുറങ്ങാൻ ഇതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇനിയും ചിലപ്പോൾ എനിക്ക് ലോട്ടറി അടിച്ചെന്ന് വരും, അപ്പൊ ഞാൻ വീണ്ടും ഉണ്ടായിക്കോളും എന്നുള്ള ഒരു കമന്റ് പുള്ളി സംസാരിച്ചു. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, മറ്റു പലരും നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലേ, നമ്മളെ പോക്കറ്റ് അറിയാതെ നമ്മൾ ചെലവാക്കുന്ന അവസ്ഥകൾ. ഇതൊക്കെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ അപ്പോൾ മാത്രമേ നമുക്ക് ഈ കടങ്ങളും പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും വരുന്നുള്ളൂ എന്ന് തിരിച്ചറിയാൻ ഇനിയെങ്കിലും തയ്യാറാവണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമതായി പറയാനുള്ളത്, എല്ലാവരും മറ്റൊരു റിക്വസ്റ്റ്, ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോ ഈ ടെക്നിക്ക്, അല്ലെങ്കിൽ ഞാൻ 1 to 1 പല ടെക്നിക്കുകളും ഞാൻ പറയും, ആ ടെക്നിക്കുകൾ പലരും ഉപയോഗിക്കും, പലർക്കും റിസൾട്ട് കിട്ടും. 1000-ൽ 1, 2, 3 ആൾക്ക് റിസൾട്ട്, അല്ലെങ്കിൽ 100 ആൾക്കോ 200 ആൾക്കോ റിസൾട്ട് കിട്ടും. അവരിൽ 1, 2 ആള് മാത്രമേ ഇവിടെ വന്നത് പറയുള്ളൂ. മറ്റുള്ളവർ പറയാൻ സമയമുണ്ട്, അവർ വേറെ വഴിക്ക് പോകും എന്ന് കരുതി അതിൽ 900 ആൾക്കാർക്കും ചിലപ്പോ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ആ 900 ആൾക്കാർക്ക് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ അത് അവരവരുടെ വിഷയങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് പോയിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മറ്റാരോട്, എനിക്ക് റിസൾട്ട് കിട്ടിയില്ല അതുകൊണ്ട് നിനക്കും കിട്ടില്ല, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ഒരാൾ മറ്റാളോട് പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത്തരം മെന്റാലിറ്റി, ഞാൻ യൂട്യൂബ് കേൾക്കുന്നവരോട് എല്ലാവരോടും പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റി എപ്പോഴെങ്കിലും ഉണ്ട് എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്റെ ക്ലാസ്സിലേക്ക് വരരുത്, ഒറ്റ പൈസ തന്നിട്ട് വരരുത്. കാരണം നേടേണ്ടതും വിശ്വസിക്കേണ്ടതും ചെയ്യേണ്ടതും നിങ്ങൾ മാത്രമാണ്. അതിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് എത്രയും പബ്ലിക്, ഇതിപ്പോ ഈ വീഡിയോ ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടെന്ന് വരും, അവരോട് എല്ലാവരും പറയാനുള്ളത്, ചെയ്യേണ്ടതും ലഭിക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും നിങ്ങൾ മാത്രമാണ്. അതിൽ എനിക്ക് ഒരു ഇൻവോൾവ്മെന്റും ഒരിക്കലും എടുക്കാൻ പറ്റില്ല. എനിക്കിത് പറഞ്ഞു തരാൻ പറ്റും, അത് ആത്മാർത്ഥമായി പറഞ്ഞു തരാം. 100 വട്ടം വേണോ 100 വട്ടവും പറഞ്ഞു തരാൻ പറ്റും. പക്ഷെ ചെയ്യേണ്ടത് അനുഭവിക്കേണ്ടത് നിങ്ങളാണ്. ഇത് നിങ്ങൾക്ക് പറ്റാതിരുന്നിട്ട് പോയിട്ട് ദിനേശ് സാറിനെ കുറ്റം പറയാൻ നടക്കരുത് ദയവ് ചെയ്ത്. പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന്. പക്ഷെ അത് മറ്റുള്ളവരെ കൺഫ്യൂഷൻ ആക്കരുത് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം കൂടി വീണ്ടും പറഞ്ഞു പോകുന്നു, ഇതൊരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നല്ല മനസ്സുള്ള ആൾക്കാർ വന്ന് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ നിങ്ങളെ തരികിട ബിസിനസ്സുമായി, ഞാൻ ആ വാക്ക് വീണ്ടും വിളിച്ചു വരുന്നത്, നിങ്ങളുടെ തരികിട ബിസിനസ്സുമായിട്ട് ഈ ഗ്രൂപ്പിലേക്ക് വരരുത്. ഞാൻ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ പൊതുവേ സമന്വയം പാലിക്കുന്ന ഒരാളാണ്, ആരെയും വിളിച്ചിട്ടൊന്നും പറയാറില്ല. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ 3-4 വട്ടമായി ഇത് പറയുന്നു. നിങ്ങൾക്ക് സ്വാർത്ഥ താല്പര്യമുണ്ടെങ്കിൽ അത് ഹാപ്പിനെസ് മാസ്റ്ററി ഹബിൽ സ്പേസ് അല്ല. കാരണം ഇവിടെ നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ ദൈവികമായ ഒരു വേദിയായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അത്രയും രീതിയിൽ പോവാനാണ് ആത്മാർത്ഥമായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തരികിട പരിപാടിയും കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ആരോടെങ്കിലും ഇതാക്കി എടുക്കാം, 10,000 രൂപ 20,000 രൂപ വാങ്ങിച്ചു കളയാമെന്ന് ചിന്തയുണ്ടെങ്കിൽ അത് ഞാനല്ല അതിന് പ്രതികരിക്കുക. വെറുതെ ഈ പറഞ്ഞ പോലെ കർമ്മഫലം നിങ്ങൾ ഏറ്റെടുക്കണോ, ഇതുപോലെ ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്, വീണ്ടും ഏറ്റെടുക്കരുത്. നന്നാവാൻ ആഗ്രഹമുണ്ടോ, ഇവിടെ ഇരുന്ന് പഠിച്ചോളൂ, നന്നായിക്കോളൂ. അല്ല നിങ്ങൾ കേടാവാനാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ വേറെ വഴിക്ക് പോകൂ, സമയം മെനക്കെടുത്തണ്ട ഞങ്ങളുടെ ആത്മാർത്ഥമായി പറയുകയാണ്. ഇത് ഓർമ്മിപ്പിക്കാനാണ്. ഇതെല്ലാവർക്കും മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രമേ. അപ്പോ ഇന്നത്തെ കാര്യം നമുക്ക് ഒരു ടെക്നിക്ക് പഠിക്കാം അല്ലെ? കമോൺ, കഴിഞ്ഞു, ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും തിരിച്ചു വരൂ. ഇതിൽ പിടിച്ചു നിൽക്കേണ്ട ആരും, ഇതൊക്കെ പറയാനുള്ള സമയം അങ്ങനെ പറഞ്ഞു പോകും. യെസ്, കമോൺ, എല്ലാം റെഡി ആയിക്കോ. ഒന്നുകൂടി ഒന്ന് ഹാപ്പി റെഡി, ഒന്നുകൂടി ആയിക്കോട്ടെ. ഒരു ടാബ്ലറ്റ്സും കൂടി ഒന്ന് കഴിച്ചേ, ഒരു ജ്യൂസ് കുടിക്കുന്ന പോലെ ഒന്നുകൂടി കുടിച്ചേ. എല്ലാവരും ഞാൻ പറഞ്ഞപ്പോ ചേട്ടാ ഇതാര് എന്ത് എന്നൊക്കെ നിങ്ങൾ അറിയിക്കണം. അതൊക്കെ പറയുക കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു, അവിടെ വിട്ടു കഴിഞ്ഞു, അവിടെ പറഞ്ഞു, അതവിടെ കഴിഞ്ഞു. യെസ്,
എല്ലാം റെഡി. അപ്പൊ നമുക്ക് ഇന്ന് സൂപ്പറായിട്ട് ടെക്നിക്സ് പഠിച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് പോയി കളയാം അല്ലെ? സമയമുണ്ടോ? സമയമില്ലല്ലോ, പ്രാക്ടീസ് സമയമില്ല. മറ്റു ക്ലാസ് ഉണ്ട്. മണി മാനിഫെസ്റ്റേഷന്റെ ക്ലാസ് ആണ്. കുറച്ചു പേരെ ഉള്ളൂങ്കിലും അവർക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കാൻ. ഞാൻ പറയാൻ പോകുന്ന ടെക്നിക്ക് മറ്റൊന്നുമല്ല. നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ എഴുതി വെക്കൂ, നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതി വെച്ചു. വിശ്വനാഥൻ ഇതേ കാര്യം ഇപ്പൊ ചെയ്തോളൂ, പെന്നും പേപ്പറും എടുത്തോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ, എന്നിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്കൊന്നും ഇന്ന് കിട്ടിയില്ലെന്ന് വേണ്ട, മകളും ഉണ്ട്, അല്ല മൂന്നാളുണ്ടല്ലോ, മൂന്നാൾ എഴുന്നിട്ട് എഴുതിക്കോളൂ, 3 പേപ്പർ എടുത്തോളൂ. സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ ലളിതമാണ്. ഞാൻ എപ്പോഴും പറയണം, നിങ്ങൾ ആരൊക്കെ ഉണ്ടോ ഇവിടെ വരുന്നവരൊക്കെ, യൂട്യൂബ് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാം, നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ എന്താണോ അത് മുഴുവൻ നിങ്ങൾ എഴുതി വെക്കുക തന്നെ വേണം. വേറെ ഒരു ഓപ്ഷനും ഇല്ല. എവിടെ നിങ്ങൾക്ക് ബുക്ക് മേടിക്കാൻ നിങ്ങളിൽ കാശില്ലേ, നിങ്ങൾ ചുമരിൽ എഴുതി വെച്ചോളൂ, എന്തായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ കിട്ടുന്ന പേപ്പറിൽ എഴുതി വെച്ചോളൂ, പെൻസിലുകൊണ്ട് എഴുതി വെച്ചോളൂ, പെന്നുകൊണ്ട് എഴുതി വെച്ചോളൂ. അല്ലെങ്കിൽ ഇവിടെ പതിപ്പിച്ച് വെക്കാൻ പറ്റും. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം, അവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ പതിപ്പിച്ച് വെക്കാൻ പറ്റുന്നവർ പതിപ്പിച്ച് വെച്ചോളൂ. ആഗ്രഹങ്ങൾ കൃത്യമായി എഴുതി വെക്കണം എന്നിട്ട് ഒന്നുകൂടി. അതിനാണ് ഗോൾ സെറ്റിംഗ് ക്ലാസ്സുകൾ. ഇന്നലെ ഗോൾ സെറ്റിംഗ് ക്ലാസ്സിൽ വന്നവർ വിചാരിച്ചാണ്, ഈശ്വര ഇതെന്താണ് സംഭവം. ഗോൾ സെറ്റിംഗ് അത്രയും പ്രബലമായ രീതിയിൽ തന്നെ എടുക്കുന്നത്. 3-4 മണിക്കൂർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ എഴുതി വെക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഒരാഴ്ച നടക്കും, 2 ആഴ്ച നടക്കും, 3 ആഴ്ച നടക്കും, അല്ലെ 160 തൊട്ട് ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ ഓരോ ആളും തീരുന്നവരെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും, അല്ലാതെ നിർത്തൂല. കാരണം അത്രയും കൃത്യമായി സെറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വിടുള്ളൂ. കാരണം എനിക്ക് വേണ്ടത് നിങ്ങളുടെ റിസൾട്ടാണ്. അപ്പോ നമ്മൾ എപ്പോഴും പറയാം, നിങ്ങൾ ആഗ്രഹങ്ങൾ എന്താണോ, ആവശ്യങ്ങൾ എന്താണോ അത് എഴുതി വെക്കുക. അങ്ങനെയെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ടെക്നിക്ക് ഇത്ര തന്നെയാണ്. ഇതിനു മുമ്പ് കുറെ ടെക്നിക്കുകൾ നിങ്ങൾ തന്നിട്ട് 1 2 1 2 ഒക്കെ തന്നിട്ട് അതുപോലൊരു ടെക്നിക്കാണ്. ലളിതമായി പറഞ്ഞു തരാം. റെഡിയാണെങ്കിൽ ഇപ്പോൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അത് 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം, എത്രയും ആവാം. നിങ്ങൾക്ക് കൊള്ളുന്ന എത്ര കപ്പാസിറ്റി ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, അത്രയും വലിയ സംഭവങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരിക്കുക. അതാണല്ലോ ഏറ്റവും വലിയ വിഷയം അല്ലെ? രാവിലെ നമ്മള് മെഡിറ്റേഷൻ സമയത്ത് ഒന്ന് സ്വസ്ഥമായ ഒരു സ്ഥലത്ത് ഇരിക്കും എന്ന് പറയുമ്പോൾ ഫോണും കൈ പിടിച്ച് നടക്കാൻ പോകും. എന്നിട്ട് അതൊന്ന് തിരിച്ചു വന്നിരിക്കും എന്ന് പറയുമ്പോൾ അപ്പോഴേക്ക് ഓർമ്മ വരും, ഇരുന്നപ്പോ ഓർമ്മ വരും, കിച്ചണിൽ അത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് മാറ്റണം എന്ന് ഇന്നലെയും പറഞ്ഞു, മിനിയാന്നും പറഞ്ഞു. നിങ്ങൾ എല്ലാ ദിവസവും കുറച്ചു നേരം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സ്പേസിൽ ഇരിക്കാൻ ശ്രമിച്ചേ പറ്റുള്ളൂ. ആ സ്പേസിനെ പറ്റിയാ പറയണേ. അവിടെ പോയി സ്വസ്ഥമായി ഇരിക്കുക. സ്വസ്ഥമായി ഇരുന്നതിന് ശേഷം നിങ്ങൾ എഴുതി വെച്ച സാധനത്തെ ഒന്നുകൂടി വായിക്കുക. എന്നിട്ട് അതിനെ കൃത്യമായി കാണുക. നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച് അതിനെ വിഷ്വലൈസ് ചെയ്യുക. കൃത്യമായി വിഷ്വലൈസ് ചെയ്യുക. ചെയ്തതിന് ശേഷം അതിൽ നിങ്ങൾ ആ സംഭവത്തെ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത്, ഒരു കാറ് വാങ്ങിച്ചു, ആ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക. ഫീൽ ചെയ്തപ്പോ ആ ബാങ്കിൽ ലോണാണ് പറഞ്ഞെങ്കിൽ ആ ബാങ്കിൽ ലോൺ കൊടുത്ത് തീർത്തതായി, അടച്ചു തീർത്തിട്ടും നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് ഒക്കെ തിരിച്ചു കിട്ടുന്ന സന്ദർഭത്തെ നിങ്ങൾ ഫീൽ ചെയ്യുക. അത്രയും വ്യക്തമായി ഫീൽ ചെയ്യുക. എവിടെ നിന്ന് ഒന്നൊന്നും ചോദ്യം, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ആഗ്രഹിക്കുക, അത് എഴുതി വെക്കുക. അത് എഴുതി വെച്ചതിന് അത് ശരിക്കും എഴുതി വെച്ചത് അത് കിട്ടുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷനെ നിങ്ങൾ ഫീൽ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ഞാൻ പറയേണ്ടി വരില്ല, ബാക്കി നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്താ ചെയ്യേണ്ടത്. എല്ലാ ടെക്നിക്കും പഠിച്ച് നിങ്ങൾ തന്നെ പറയില്ല ബാക്കി എന്താ ചെയ്യേണ്ടത്. വളരെ ലളിതമായി നിങ്ങൾ 60 സെക്കൻഡ് നേരം ഒരു സ്ഥലത്തിരിക്കുക. 1 മിനിറ്റ് നേരം കൃത്യമായി വാച്ചിൽ ടൈം സെറ്റ് ചെയ്യുക. അപ്പൊ പറയും, സാറേ എനിക്ക് ടൈം സെറ്റ് ചെയ്യുന്ന വാച്ചില്ല കേട്ടോ. മറുപടി എനിക്കില്ലേ, അത് പറയും നിങ്ങൾ. ഏതെങ്കിലും ഒരു സാധനം, 1 മിനിറ്റിന്റെ സാധനം എടുത്ത് ക്ലോക്കോ മറ്റോ 1 മിനിറ്റിന്റെ സാധനം എടുത്ത് വെക്കുക. എന്നിട്ട് അതിന് കൃത്യമായി ഓർത്തു വെച്ച് ഇത് കഴിഞ്ഞിട്ട് ആ സാധനം എന്താണോ ആ എഴുതി വെച്ച സാധനത്തെ വായിക്കുക. വായിച്ചിട്ട് 3 പ്രാവശ്യം യെസ് 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 എന്ന് പറയുക. ആ സാധനം, അതായത് നിങ്ങൾ എഴുതുമല്ലോ, എനിക്ക് ഞാൻ പുതിയ കാറ് വാങ്ങി എന്നാണല്ലോ നമ്മൾ എഴുതുന്നത്. ആദ്യം നിങ്ങൾ എഴുതുമ്പോ എനിക്ക് പുതിയ കാറ് വേണം എന്ന് എഴുതും, ഗോൾ എഴുതുമ്പോ. രണ്ടാമത് നമ്മൾ അതിനെ എഴുതും. രണ്ടാമത് നമ്മൾ പ്രാക്ടീസിന് വേണ്ടി എഴുതുമ്പോൾ നമ്മൾ എഴുതും, ഞാൻ പുതിയ കാറ് വാങ്ങിച്ചു എന്ന് എഴുതും.
അങ്ങനെയാണ് രണ്ടാമത് എഴുതുക. അഫർമേഷൻ മോഡിലേക്ക് എഴുതുമ്പോൾ ഞാൻ പുതിയ കാർ വാങ്ങിച്ചു. ഇപ്പോൾ ലോണിനെ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ബാങ്ക് ലോൺ തീർക്കണം എന്നാണ് നമ്മൾ എഴുതുക. രണ്ടാമത് നമ്മൾ എഴുതുന്നത് ഞാൻ എൻ്റെ ബാങ്ക് ലോൺ പൂർണ്ണമായി കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായി നികത്തിയിരിക്കുന്നു എന്നാണ് രണ്ടാമത് എഴുതുന്നത്. പൂർണ്ണമായി നികത്തിയിരിക്കുന്നു. അതിന് ശേഷം പറയുക ഞാൻ എൻ്റെ ബാങ്ക് ലോൺ പൂർണ്ണമായി നികത്തിയതിന് നന്ദി 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 എന്ന് പറഞ്ഞിട്ട് യെസ് 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 എന്ന് 60 സെക്കൻഡ് നേരം പറയുക. അങ്ങനെ ഈ സാധനം പറഞ്ഞു, അത് കഴിഞ്ഞ് നന്ദി പറഞ്ഞു, എന്നിട്ട് 60 സെക്കൻഡ് നേരം യെസ് 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 എന്ന് മനസ്സിനകത്തും ശരിക്കും, അതായത് ഞാനത് കൊടുത്തു എന്നുള്ള പൂർണ്ണമായി സ്ഥായിയാക്കാൻ വേണ്ടിയിട്ടാണ് യെസ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ചെയ്യുക 60 സെക്കൻഡ് നേരം. എത്ര മതി? 1 മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറയാൻ പറ്റും? 1 മിനിറ്റിൽ സാധാരണ യെസ്സിന് എത്ര പ്രാവശ്യം പറയാൻ പറ്റും? നമുക്ക് 60 പ്രാവശ്യം പറയാൻ പറ്റും. 1 സെക്കൻഡിലാണ് നമ്മൾ ഒരു വേർഡ് ഉപയോഗിക്കുക. 2, 3 വരെ പദങ്ങളുള്ള വേർഡ് നമുക്ക് 1 സെക്കൻഡിൽ ഉപയോഗിക്കും. ആ, ഈ, ഉ എന്ന് പറയുന്ന പോലെ ഓരോ വേർഡിനും ഒരു അക്ഷരത്തിന് 1 സെക്കൻഡ് എന്ന കണക്കില്ല പൊതുവെ നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ എസ് എന്ന് പറയുമ്പോൾ 2 അക്ഷരങ്ങളും 1 സെക്കൻഡിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ 60 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും 60 സെക്കൻഡ്. ഇങ്ങനെ എത്രയുണ്ടോ അത്രയും നിങ്ങൾ ചെയ്തോളൂ. കഴിവതും സ്റ്റാർട്ടിങ്ങിലുള്ളവർ 1 മാത്രം ഉപയോഗിക്കുക, എന്നിട്ട് റിസൾട്ട് എടുക്കുക. ചെറുത് വെച്ച് ആദ്യം തുടങ്ങുക. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും കൂടുതൽ ചെയ്യുക. ഇത്രയും സിമ്പിൾ ആണ് ടെക്നിക്ക്. ഇത് സിമ്പിൾ ആണല്ലോ, പക്ഷെ റിസൾട്ട് പവർഫുൾ ആണ്. പക്ഷെ ഒരു കാര്യം പറയാം, സിമ്പിൾ ആണെന്ന് പറയുന്നവരൊക്കെ ടൈപ്പ് ചെയ്തേ. സിമ്പിൾ ടെക്നിക്ക് ആണെന്ന് തോന്നിയവരൊക്കെ ടൈപ്പ് ചെയ്തേ. യെസ്, സിമ്പിൾ ടെക്നിക്കാണ് അല്ലേ? ഒറ്റ കാര്യം ഒന്ന് ഓർത്താ. ഇനി ഞാൻ ഒന്നുകൂടി പറയണം, ഇത്രയും കൃത്യമായി പറഞ്ഞിട്ട്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് 60 സെക്കൻഡ് റൂളിനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം, നിങ്ങൾക്ക് നേടേണ്ട ഒരു കാര്യത്തെ ആദ്യം നിങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക, ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം അതിനെ നിങ്ങൾ അഫർമേഷൻ മൂഡിലേക്ക് മാറ്റുക. അതായത് ലഭിച്ചതായി തിരുത്തി എഴുതുക. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് എഴുതുക, അതിനെ നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് എഴുതുക. രണ്ടാമത്തെ പതിൽ എഴുതിയതിനു ശേഷം അതിനെ കൃത്യമായി അനുഭവിക്കുക, കാണുക. ആ സംഭവത്തെ നിങ്ങൾ സ്വന്തമായി മനസ്സിൽ കാണുക. വിഷ്വലൈസേഷൻ എന്ന് പറയും. നമ്മൾ കൃത്യമായി കാണുക. അപ്പോൾ അതിന് തുല്യമായ രീതിയിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കണേ. എനിക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാറ് കിട്ടിയതിന് നന്ദി എന്നൊന്നും എഴുതരുത്. കൃത്യമായി ഏത് കാറ്, ഏത് മോഡൽ, എപ്പോൾ വാങ്ങിച്ചു എന്നൊക്കെ കൃത്യമായി എഴുതുക. അതാണ് ഗോൾ സെറ്റിങ്ങിന്റെ പ്രത്യേകത. അത് അവിടെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ. അത് എഴുതാൻ പറ്റാത്തവർക്ക് വേണ്ടി പറയാം. എന്നതിന് ശേഷം കൃത്യമായത് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സ്വസ്ഥമായൊരു സ്ഥലത്ത് പോയിരിക്കുക. ഓക്കെ, അനുഭവിച്ച കൃത്യ സ്ഥലത്ത് പോയിരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങൾ ഒരു 4-5 പ്രാവശ്യം ബ്രീത്തിങ് എടുത്ത് മനസ്സിനെയും ശരീരത്തെയും കാമാക്കുക. ബ്രീത്തിങ്ങിലൂടെ വളരെ സിമ്പിളാക്കി മനസ്സിനെ കാമാക്കുക. വേറെ ഒരു ചിന്തകളും ഉണ്ടാവാൻ പാടില്ല. ഒരു ചിന്തകളും മറ്റും ഉണ്ടാവാൻ പാടില്ല. കുരങ്ങിനെ പറ്റി നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. അതുപോലെ തന്നെ നാരങ്ങയെ പറ്റി നിങ്ങൾ ഓർക്കാനേ പാടില്ല ആ സമയത്ത്. എന്നിട്ട് എന്ന് വെച്ചാൽ കുരങ്ങയ്ക്ക് ഉദാഹരണം പറഞ്ഞു. നമ്മൾ ഈ കുരങ്ങിന് എന്തിനാണ് പറഞ്ഞു ചോദിക്കേണ്ടത്, വെറുതെ ഉദാഹരണം പറഞ്ഞു കേട്ടോ. അപ്പോ എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്ന് ബ്രീത്തിങ് എടുത്തതിന് ശേഷം നിങ്ങൾ ഇതേ വാക്ക് അവിടെ ഉപയോഗിക്കുക. ഞാൻ ഇന്ന് BMW അല്ലെങ്കിൽ ബെൻസ് കാറ്, ഇന്ന മോഡൽ, ഇന്ന കളർ കാറ്, ഇത്രാം തീയതി വാങ്ങിച്ചതിന് നന്ദി നന്ദി നന്ദി. അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് ലോൺ പൂർണ്ണമായും ഞാൻ അടച്ചു തീർത്തതിന് നന്ദി 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 എന്ന് പറയുക. പൂർണ്ണമായി പറയുക. അത് പറഞ്ഞിട്ട് ആ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം നന്ദി നന്ദി എന്ന് പറഞ്ഞതിന് ശേഷം 60 സെക്കൻഡ് നേരം യെസ് 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 എന്ന സ്വിച്ച് വേർഡ് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ സ്ഥിരീകരണം സംഭവിക്കും. ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. ആണല്ലോ, എല്ലാവർക്കും കിട്ടിയല്ലോ. വെരി വെരി സിമ്പിൾ. ബട്ട് റിസൾട്ട് ഈസ് വെരി പവർഫുൾ. ബട്ട് ചെയ്യൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. കാരണം കുരങ്ങിനെ പറ്റി ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ കുരങ്ങിനെ പറ്റിയേ ചിന്തിക്കുള്ളൂ. നിങ്ങളോട് മറ്റൊന്നും 60 സെക്കൻഡ് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 60 സെക്കൻഡിൽ 60 കാര്യങ്ങൾ ചിന്തിക്കും. പറ്റുമോ? ഉപയോഗിച്ചോളൂ. ലോൺ ഉപയോഗിച്ചു, നിങ്ങൾ ധൈര്യപൂർവ്വം ഉപയോഗിച്ചു. ലോണൊന്നും ബാഡ് നെയിമൊന്നും പേരൊന്നും അല്ല. ലോൺ എടുക്കുന്നതൊന്നും അല്ല ബാഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവും അല്ല. ലോൺ ഈസ് ഗുഡ്. ബട്ട് ലോൺ തിരിച്ചടക്കാതിരിക്കുന്നതാണ് നെഗറ്റിവിറ്റി.
തിരിച്ചടക്കാതിരിക്കുന്നത് മാത്രമേ വിഷയം. അതുവരെ ലോൺ ഗുഡാണ്, ഒരു വിഷയമില്ല കേട്ടോ. ചെയ്യാൻ സാധിച്ചവർ 60 സെക്കൻഡിൽ ചെയ്യാൻ സാധിച്ചവർ റിസൾട്ട് ഉണ്ടാക്കും. ധൈര്യപൂർവ്വം ചെയ്തുകൊള്ളുക. തീർച്ചയായും നടക്കട്ടെ, എല്ലാവർക്കും നടക്കട്ടെ, 100% റിസൾട്ട് ഉണ്ടാക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയിലൂടെയാണ് നിങ്ങൾ എല്ലാവരും ആയിക്കൊള്ളിക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്ത്, നിങ്ങൾക്ക് ഒന്നും ഇപ്പൊ ആഗ്രഹിക്കാനില്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ആഗ്രഹിക്കാനുള്ളത്, നിങ്ങൾ വേറൊന്നും ഇപ്പൊ ഇല്ല, തൽക്കാലം ഞാൻ എല്ലാം സ്വസ്ഥനാണ് എന്ന് കരുതി ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ആഗ്രഹിക്കാനില്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങളിന്ന് ആഗ്രഹിക്കുക, ദിനേശ് സാറിന്റെ യൂട്യൂബ് ചാനൽ ഈ മാസം ജനുവരിയിൽ 100,000 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്ദി നന്ദി എന്ന് എഴുതിക്കോളൂ. യെസ് 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 എന്ന് വെച്ചോളൂ. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒത്തുപിടിക്കാം. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നമുക്ക് അതും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം ചെയ്തോട്ടോ. അല്ലെങ്കിൽ ഈ മാസം വെച്ചാൽ ദിനേശ് സാറിന്റെ ക്ലാസ് തിരുവനന്തപുരത്തേക്ക് ഈ മാസം തന്നെ വരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ ആയിക്കോട്ടെ. മാനിഫെസ്റ്റേഷൻ കോട്ടയത്ത് ഇന്നൊരാളോട് കോട്ടയത്തേക്ക് വന്നേ പറ്റുള്ളൂ സാറേ. ഓക്കെ, കോട്ടയത്തേക്ക് ഞാൻ റെഡിയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ, എന്നെ വിളിച്ചോളൂ, ഞാൻ വരാം. ഇത്രേ ഉള്ളൂ. എവിടെ പരിപാടി ഒന്നും കിട്ടിയില്ലെന്ന് വേണ്ടല്ല. റിസൾട്ട് എടുക്കണം, എല്ലാവരും എടുക്കണം. ഞാൻ റിസൾട്ട്, ദാറ്റ് ഈസ് ശർമ്മ, ദാറ്റ്സ് ഇൻസ്പിറേഷൻ. അതാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞത്. കൊച്ചി കഴിഞ്ഞു, ഇനിയിപ്പോ കൊച്ചിക്ക് ഇപ്പൊ വേണ്ടല്ലോ. അത് നിങ്ങൾ എടുക്കുക, എല്ലാവരും റിസൾട്ട് എടുക്കുക. ബിജി റിസൾട്ട് വേണം കേട്ടോ, വെറുതെ ഇരിക്കരുത്. ഇതിൽ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കണം ബിജി, എന്നിട്ട് എനിക്ക് കേൾക്കണം. ഓരോ ആളും റിസൾട്ട് ഉണ്ടാക്കുക കേട്ടോ. യെസ്, തിരുവനന്തപുരം മാർച്ച് എവിടെ പോകണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തു. ഓക്കെ, വേറൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് അതുപോലെ നമ്മുടെ ഇൻസ്റ്റ തുടങ്ങിയിട്ടില്ല. ഇൻസ്റ്റയിലേക്ക് ഇപ്പോഴും എനിക്ക് ഇൻസ്റ്റ കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ്. അതൊന്നും എനിക്ക് കണക്ട് ആക്കി എടുക്കണം. അതുപോലെ തന്നെ നമുക്കൊന്ന് പോണ്ടേ. ഫേസ്ബുക്ക് വന്നിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നിങ്ങൾ എല്ലാവരും ലോഗിൻ ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷ് ചാനൽ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാ സബ്സ്ക്രൈബുള്ള ഇംഗ്ലീഷ് ചാനൽ വരുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടി എല്ലാവരും പറയുന്നത്, നമ്മുടെ ബിസിനസ് ക്ലാസ്സുകളെല്ലാം പുതിയ ചാനലിൽ വരാനാണ് എൻ്റെ ഐഡിയ. കാരണം ഇവിടെ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും തോന്നുന്നു. അതുകൊണ്ട് ബിസിനസ് ക്ലാസ്സിന്റെ എല്ലാ വീഡിയോസും നമ്മൾ ബിസിനസ് ക്ലാസ്സിന്റെ എല്ലാ വീഡിയോസും നമ്മൾ മറ്റൊരു ചാനലിലാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഫേസ്ബുക്കിൽ റിവ്യൂ എഴുതാൻ. യെസ്, ഫേസ്ബുക്ക് നിങ്ങൾ കാണുമ്പോൾ എല്ലാവരും, താങ്ക് യു രഞ്ജിത്ത് ഫോർ റിമൈൻഡിങ്. ഫേസ്ബുക്ക് വീഡിയോ കാണുന്ന നമ്മൾ വീഡിയോസിന് ചെറിയ ചെറിയ കട്ടായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കാണുന്ന നിങ്ങൾ അതിന് താഴെ ഒന്ന് കമന്റ് എഴുതണേ. കാരണം അത് മാത്രമേ അപ്പോഴും മാത്രമേ ഹൈപ്പായി വരുള്ളൂ. അതുകൊണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. പിന്നെ ഇംഗ്ലീഷ് നിങ്ങൾ എന്തായാലും കാണണം, ഇംഗ്ലീഷ് ചാനലിൽ കയറണം. എന്നിട്ട് അവിടെ മലയാളത്തിൽ കമന്റ് ചെയ്യരുത്, ഇംഗ്ലീഷിൽ തന്നെ കമന്റ് ചെയ്യുക. ഇംഗ്ലീഷ് കമന്റ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് ഒരു എളുപ്പ ഐഡിയ പറയും. എല്ലാവരുടെ മൊബൈലിലും ഈ ട്രാൻസ്ലേറ്റർ ഉണ്ടാവും. ട്രാൻസ്ലേറ്റർ ഇല്ലാത്ത മൊബൈൽ എല്ലാവരും ഉണ്ട്. പേജ് റിവ്യൂ അല്ലേ? ഓക്കെ, സോറി, പേജ് റിവ്യൂവിന്റെ സോറി, അത് വിട്ടുപോയി. ഈ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാനല്ലേ, എഴുതുക, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക ഇംഗ്ലീഷിൽ. വളരെ ആവശ്യം. കാരണം അതെന്താ അറിയാം, നിങ്ങൾക്ക് രണ്ട് കാര്യമാണ്. ഞാൻ ഇംഗ്ലീഷ് ചാനൽ തുടങ്ങിയതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളിപ്പോ ഇംഗ്ലീഷ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ തന്നെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് കേരളം ഭയങ്കര സംഭവമാണല്ലോ അല്ലെ? മലയാളീസ് ഭയങ്കര സംഭവം, പ്രബുദ്ധരാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ഒക്കെയാണ്. പക്ഷേ പുറത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവൻ ഭാഷ പഠിക്കുള്ളൂ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മുണ്ട് മടക്കി കുത്തിയാലും ശരി, ഇംഗ്ലീഷ് ഒരു വാക്ക് സംസാരിക്കില്ല. അറിയാഞ്ഞിട്ടാണോ വെച്ചാൽ അല്ല എന്നറിയാം. എല്ലാവർക്കും നല്ല ലിറ്ററേച്ചറാണ്, പക്ഷെ ഉപയോഗിക്കില്ല. ഇത് ഉപയോഗിക്കാൻ പഠിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു ജോലിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും അത് ഉപയോഗിക്കണം. നിങ്ങൾ ഇങ്ങനെയുള്ള ഇപ്പൊ എന്നോട് നിങ്ങൾക്ക് നല്ല ഒരു ഇഷ്ടമുള്ള ഇന്റിമസി ഉള്ളതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷ് ചാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടത്തോടെ അതിന് പെരുമാറാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. എളുപ്പമാണ്. നമ്മൾക്ക് ഇംഗ്ലീഷ് കോച്ചിങ് ഒക്കെ ഉണ്ട് നമ്മളിൽ കേട്ടോ. ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ, പറയുന്നില്ലേ ഉള്ളൂ. ഇവിടെ നമ്മൾക്ക് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഫേസ്ബുക്കിന്റെ പേജ് റിവ്യൂ ആണ് വേണ്ടത്. ഫേസ്ബുക്ക് എനിക്കും അത്ര കണ്ട് ഇതല്ല. ഫേസ്ബുക്ക് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അവിടെ ആ പേജ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളവർക്ക്. അതുപോലെ തന്നെ ഒരു റിവ്യൂ കൂടി അവിടെ ഇട്ടേക്കുക. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായം എഴുതിക്കോളൂ. 2 മിനിറ്റ് സമയം എടുക്കണം. 1,01,000 ഒരു 0 വിട്ടുപോയി. അനി ജോസഫ് 52,000 സംതിങ്, 53,000 സംതിങ് ആണ്. ഓരോ ദിവസം നമുക്ക് 200-300 വെച്ച് സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. ബാക്കിയുള്ളവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല, വീണ്ടും അല്ല, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ മാക്സിമം ഉള്ളവർക്ക് കൊടുത്തേക്ക്, ആവശ്യമുണ്ടെങ്കിൽ കാണട്ടെ എന്നുള്ള. ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് സുരേഷ്. ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ദർ ഇസ് ഓൺലി വൺ വേ ഫോർ യുവർ ലാംഗ്വേജ്. ഈ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, മറ്റേതിനും പ്രത്യേകതയില്ല. ഭാഷ പഠിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതെന്താണെന്ന് ആർക്കും പറയാൻ പറ്റുള്ളൂ?
ഭാഷ പഠിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. നമ്മൾ ജേർണി ടു ഹാപ്പിനെസ് പഠിപ്പിക്കുന്നു, ഭയത്തെ മറികടക്കാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണോ അത്? ഭയത്തെ മറികടക്കാൻ ഒറ്റ വഴിയുള്ള ഭയമുള്ള കാര്യം ചെയ്യുക. അതുപോലെ തന്നെ ഭാഷ പഠിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, സംസാരിക്കും. ഞാൻ ഒരേ സമയത്ത് 5 ഭാഷകൾ ഒരേ സമയം സംസാരിക്കും. ഇംഗ്ലീഷൊക്കെ പിന്നെ അങ്ങനെയല്ല, ബാക്കിയുള്ള ലോക്കൽ ലാംഗ്വേജുകൾ 5 ഒരേ സമയം സംസാരിക്കും. പക്ഷെ കൺഫ്യൂഷൻ ആയിപ്പോൾ ചില സമയം ഫാസ്റ്റ് സംസാരിക്കുമ്പോൾ 3 വാക്കുകൾ തമ്മിലൊരു മിക്സപ്പ് വരും, ബ്രെയിൻ അത്ര കണ്ട് ഫാസ്റ്റ് ആവാതിരിക്കുന്നു. വെരി ഗുഡ്. അപ്പോ പ്രാക്ടീസ് പറയുക, പറഞ്ഞു പഠിക്കുക. ഭാഷയൊക്കെ പറഞ്ഞു പഠിക്കുക. പറഞ്ഞു മാത്രമേ ഭാഷ പഠിക്കാൻ പറ്റൂ. യെസ്, വെരി ഗുഡ്. അപ്പോ ഇത്രയും കൃത്യമായി മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ നിങ്ങൾ ക്ലാസ്സിലേക്ക് വരിക. ഗോൾ സെറ്റിംഗ്സില് ബിസിനസ് ക്ലാസ്സിൽ പങ്കെടുക്കുക. ബിസിനസ് ഉള്ളവർ ബിസിനസ് ക്ലാസ്സിൽ പങ്കെടുക്കുക. ഞാൻ ബേസിക് ബിസിനസ് പ്രിൻസിപ്പിളാണ് പഠിപ്പിക്കുന്നത്. വലിയ ബിസിനസ് സിസ്റ്റം ഒന്നും ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. അതൊരു ലോങ് ടൈം ജേർണിയാണ്. സ്റ്റാർട്ടിങ്ങിൽ ബേസിക് ബിസിനസിന്റെ ഫണ്ടമെന്റൽസ് പഠിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് 10 ദിവസം കൊണ്ട് ക്ലാസ് തീരുന്നു, 1 മാസത്തിൽ തീരുവെന്നുള്ള ക്ലാസ് അല്ല. അതൊരു ഫുൾ ജേർണി ഓഫ് ബിസിനസ് ആണ്. അത് ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ ബിസിനസ് ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രക്രിയയാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയാ, ഗോൾ സെറ്റിംഗ് ചെയ്യുക, ജേർണി ടു ഹാപ്പിനെസ് മനസ്സിനെ പാകപ്പെടുത്തുക, എന്നിട്ട് ഈ പറഞ്ഞ ബ്ലോക്കേജുകളൊക്കെ ഒന്ന് പുറത്തെടുക്കുക, എന്നിട്ട് ജീവിതത്തെ മാറ്റപ്പെടുത്തുക. മറ്റുള്ളവർ നന്നാവട്ടെ എന്ന് ആഗ്രഹിച്ച് നടക്കാതെ നമ്മൾ സ്വയം നന്നാവുക എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ ശൈലജ. എന്റെ മകൾ പഠനത്തിൽ തീരെ പിറകോട്ടാണ്. ഞാനും പഠനത്തിൽ വളരെ മോശമായിരുന്നു. ആരാ പഠനത്തിൽ മോശമല്ല? ഇവിടെ ആരാ ബ്രില്യൻ്റ് ഉള്ള പഠനത്തിൽ? ആരുമില്ല. ആ കുട്ടിയെ നമ്മുടെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടേ. നാളത്തെ ക്ലാസ് നാളത്തെ ക്ലാസ് നിങ്ങളുടെ കുട്ടികൾ മക്കളോടെല്ലാം പറയേണ്ട കാര്യമാണ്. നാളത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുക. മക്കൾക്ക് ക്ലാസ് ഉണ്ടല്ലോ നാളെ വൈകിട്ട് അല്ലെ? അവരോട് പറയേണ്ടത് അതിന് 2 കാറ്റഗറി ആയിട്ടിരിക്കും. നിങ്ങൾ 15 വയസ്സിന് ശേഷം 15 വയസ്സിന് കൂടുതൽ കുട്ടികൾക്ക് വേറെ ക്ലാസ് ആണ്. ഞാൻ ആ ഗ്രൂപ്പിനകത്ത് നിന്നൊരു മെസ്സേജ് ഇടുന്നുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ വരുന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിക്കുക അഡ്മിനോട്. 18 വയസ്സിന് കൂടുതലുള്ള കുട്ടികൾക്ക് വേറൊരു ക്ലാസ്സും 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വേറെ ക്ലാസ്സുമാണ്. രണ്ടും രണ്ടാണ്. ഞാൻ മിക്സപ്പ് ആയിപ്പോയി. അപ്പോൾ പഠനത്തിന് പിറകിലുള്ള കുട്ടിയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോ, ഞങ്ങൾ കളിച്ച് രസിച്ച് പഠനം ശരിയാക്കിക്കോളാം, നിങ്ങൾ വിട്ടോ കേട്ടോ. ഓക്കെ, ആ ഗ്രൂപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണേ ആരെങ്കിലുമൊക്കെ. എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദിയും എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ടുഡേ അറിയാം. ടുഡേ അറിയാം. എന്താ സജീവേ? വീണ്ടും സജീവ അവിടെ പോയി ഗോൾ അടിച്ചു. എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ടുഡേ അറിയാം. ഓക്കെ, ഞാനതിൽ പെട്ടു. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും സംസാരിക്കാണ്ട് അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഒറ്റയാലും ഒന്നാ ഒച്ച ഉണ്ടാക്കരുത്. താങ്ക് യു എന്ന് പറയാൻ നിൽക്കണ്ട. സംശയമുള്ളൂ ചോദിച്ചോ. കുട്ടികൾക്കുള്ള ക്ലാസ് കുട്ടികളുടെ ക്ലാസ് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 8 തൊട്ട് 7 തൊട്ട് 8 മണി. അല്ല, 8 തൊട്ട് 9 മണി. 8 തൊട്ട് 9 മണി വരെ. അവിടെ കയറിയിട്ട് നിങ്ങളാരും എക്സ്പെക്ട് ചെയ്യരുത് നിങ്ങളെ കുട്ടികളെ മുഴുവൻ ക്ലാസ് പഠിപ്പിച്ചിട്ടാണ് ദിനേശ് സാർ വിടുന്നത്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കളിച്ച് രസിക്കാൻ വേണ്ടി മാത്രം വരുന്നത് കേട്ടോ. കളിയിലൂടെ ചില കാര്യങ്ങൾ. മോള് ക്ലാസ്സിൽ കയറിയിരുന്നു സാർ. അപ്പൊ ദിനേശ് സാർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ അമ്മനോട് പറയാൻ പറ്റുകയാണെങ്കിൽ സാറ് പറഞ്ഞിട്ടുണ്ടാവില്ലേ അമ്മയും കൂടെ വന്നിരിക്കുമെന്ന്, ഇത് ഞങ്ങളോട് പറയേണ്ട കാര്യമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാന് ദിനേശ് സാർ എന്തായിരുന്നു ഇന്ന് അജണ്ട എന്തായിരുന്നു, എന്ത് പറഞ്ഞു, എന്താണ് ക്ലാസ്സില് എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ മോള് പറയണം അമ്മയോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അമ്മമാരെ കൂടെ ക്ലാസ്സിലേക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ, ഇത് ഞങ്ങളോട് പറയേണ്ട കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ പറയണ്ടായിരുന്നു. നേരത്തെ ക്ലാസ് ദിനേശ് സാറിന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട് മോള്. അപ്പൊ അതുപോലെയല്ല, സാറ് നല്ലപോലെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു സാർ. എനിക്ക് കുട്ടികളോട് അങ്ങനെയാ വേണ്ടത്. എനിക്ക് കുട്ടികളെ കൂടെ ഇരുന്ന് കളിച്ച് രസിച്ച് നടക്കണം. അത് നിങ്ങൾ ആരും ആ വഴിക്ക് വന്നേക്കരുത് പറഞ്ഞതുകൊണ്ട്. സർ എനിക്കൊന്നും അറിയാനുണ്ട്. പറഞ്ഞോ. മുട്ടുവേദനക്ക് ഇന്നത്തെ ടെക്നിക്ക് ഉപയോഗിക്കാവോ? മുട്ടുവേദനക്ക് ഉപയോഗിച്ചു. എന്താണ് എഴുതാൻ പോകുന്നത്? അത് ആദ്യം ഞാൻ എഴുതിയത് ശരിയായില്ലെന്ന്. ശീലം ഞാൻ എന്റെ മുട്ടുവേദന മാറിയതിന് നന്ദിന്ന് എഴുതി. അത് എഴുതാൻ പാടില്ല, പിന്നെ അത് തിരുത്തി എഴുതി. തിരുത്തി എഴുതിയത് എനിക്ക് നന്നായിട്ട് ഓടി നടക്കാൻ പറ്റുന്ന അതിന് നന്ദിയെന്ന്. എന്റെ കൈകാലുകൾ പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നതിന് നന്ദി എന്ന്.
ആയിക്കോട്ടെ സർ. എന്റെ കൈകാലുകൾ സർ താങ്ക് യു. ഓക്കെ. എന്റെ സർ കൈകാലുകൾ എന്റെ പേര് സർ കുട്ടികളുടെ ലിങ്ക് ആ കുട്ടികളുടെ ലിങ്ക് ഗ്രൂപ്പിലിടൂ. എത്ര വയസ്സാ? 13 വയസ്സും മോന് നിങ്ങളുടെ കുട്ടി തന്നെയല്ലേ? 20. അതെ 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 അതെ. അപ്പൊ പിന്നെ ഒരു ആലോചന, ആ 13 എന്താ? അല്ല 13 മോനും ഉണ്ട് വേറെ. മോന് 21 വയസ്സായി. അപ്പൊ രണ്ടുപേർക്ക് രണ്ടാണ് ക്ലാസ്. അതിലേക്ക് ഇപ്പൊ ഞാൻ ലിങ്ക് തരാം, അതിലേക്ക് കയറിയിട്ട് പിന്നെ അവരതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തോളാം. ശരി ശരി. ഗ്രൂപ്പിൽ സർ ഇടുന്നുണ്ട്. ഒരു കാര്യം. ഒരു മിനിറ്റ് ആ. ഞാൻ ഗ്രൂപ്പില് ലിങ്ക് ഇടുന്നുണ്ട്. ലിങ്ക് കിട്ടിയ താമസം എല്ലാവരും ചാടിക്കയറരുത്. ഈ കുട്ടികളുള്ള അമ്മയച്ഛന്മാര് മാത്രമേ ചാടിക്കയറാവൂ. ഗ്രൂപ്പ് കണ്ട സമയത്ത് ചാടിക്കയറരുത്. എനിക്ക് അവിടെ ഫിൽറ്റർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും, ചില ആള് കിട്ടേണ്ടതാണ് ചാടിക്കയറി. ഞാൻ നിങ്ങളോട് പലവട്ടം പറയുന്നുണ്ട്, ഹാപ്പിനെസ് മാസ്റ്ററുടെ 10, 15, 5, 6 ഗ്രൂപ്പുകളുണ്ട്. കാരണം ഇത് ആൾക്കാർ കൂടുന്നതുകൊണ്ടാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എല്ലാത്തിനും പോയി ചേരണ്ട, നിങ്ങൾ ഒന്നിൽ നിന്നാൽ മതി. ഞങ്ങൾ ലിങ്ക് എല്ലാത്തിനും കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും കയറണ്ട. ബാക്കി എല്ലാത്തിനും എക്സിറ്റ് അടിച്ച് ഒരു ഗ്രൂപ്പിൽ നിന്നാൽ മതി. കാരണം അത് ഫുള്ളായത് കൊണ്ടാണ് ഞാൻ മറ്റൊരിടത്തേക്ക് മാറ്റി. അപ്പൊ അങ്ങോട്ടും എല്ലാവരും കയറണ്ട, ഒരു സ്ഥലത്ത് നിന്നാൽ മതി കേട്ടോ. ഇതേപോലെ ചാടി കയറരുത്. മക്കളുള്ളവർ മാത്രം കയറിയാൽ മതി. അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കുട്ടികളെ കാര്യത്തിൽ ഭയങ്കര നിങ്ങളടുത്ത് സ്ട്രിക്റ്റ് ആണ്, കുട്ടികളടുത്ത് ഒരു സ്ട്രിക്റ്റും ഇല്ല. നിങ്ങളടുത്ത് സ്ട്രിക്റ്റ് ആണ്. അച്ഛനമ്മ ആ വഴിക്ക് കണ്ടിരുന്നത്. ഓക്കെ, ശരി. ഓക്കെ സർ, താങ്ക് യു. കേട്ടോ. പിന്നെ പറയാൻ വന്നൊരു കാര്യം മറന്നുപോയി. നമ്മുടെ 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ, 7 ഡേയ്സ് ചക്ര മെഡിറ്റേഷൻ ഈ മാസം 15-ാം തീയതിക്ക് ശേഷം എപ്പോ വേണമെങ്കിൽ തുടങ്ങും. പക്ഷെ അത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും തയ്യാറായതിനു ശേഷമേ ഉള്ളൂ. അത് പേര് തന്നിട്ട് ഉള്ളവരെ കുറച്ച് ആൾക്കാരെ എടുക്കുള്ളൂ ഒരു മെഡിറ്റേഷൻ സീരീസിൽ. അപ്പൊ അതുകൊണ്ട് വേണ്ടവർ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളുക. എല്ലാവരും എടുക്കില്ല. പേയ്മെന്റ് ചെയ്ത് ഞാനതിൽ ഒന്നുകൂടി നിങ്ങളെ ഫിൽട്ടർ ചെയ്തതിനു ശേഷം മാത്രമേ അതിലൂടെ കടത്തി കൊണ്ടുപോകുള്ളൂ. കാരണം ചക്ര എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾ പറഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്ത കുഴപ്പമില്ല, തിരിച്ചു തന്നാൽ നമ്മൾ ഒരാളും ഞാൻ ഫിൽട്ടർ ചെയ്യും. ഒരാളും നോക്കിയിട്ട് മാത്രമേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേണ്ടവർ ഇപ്പോഴേ പറഞ്ഞോളൂ. 7 എലിമെന്റ്സ് ചക്ര മെഡിറ്റേഷൻ നിങ്ങൾക്ക് അറിയാലോ, മുമ്പേ ചെയ്തത് 7 ദിവസങ്ങളായിട്ട് 7 ചെയ്ത കാര്യമാണ്. സർ ഒരു കാര്യം. സാറേ ഞാൻ ഏത് മെഡിറ്റേഷനാ കയറേണ്ട സാറേ? ഞാൻ ഏത് മെഡിറ്റേഷനാ ഇനി കയറേണ്ട? ചക്ര ആണോ അതോ സാധാ മെഡിറ്റേഷൻ ആണോ? കവിത സാധാ മെഡിറ്റേഷനിൽ കയറിയാൽ മതി, ചക്ര പിന്നോ. ഓക്കെ താങ്ക് യു. ഹലോ സർ. സർ എന്റെ പേര് രജീന. കേക്കാമോ? ഞാൻ പുതിയ ആളാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തോന്നലാണ്. പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെയ്യുക തന്നെ. ചെയ്യണമെന്ന് ഇരിക്കും, എന്നിട്ടും അത് അങ്ങോട്ട് എത്തിക്കുന്നില്ല. തന്നെ ആ ഒരു ബുദ്ധിമുട്ട് വല്ലാതുണ്ട്. ഇല്ലേ കിടന്ന് ഉറക്കം വരാം. ഇതാരാ ചെയ്യുന്നേ? ഇതാരാണ് ഈ കിടന്നുറങ്ങുന്ന ആള്? അവനെ പിടിക്കും. എനിക്കിപ്പോ ഇത് സാറേ പ്രോഗ്രാമിന് ഒന്ന് ഇരിക്കോ, എന്നിട്ടിപ്പോ ഞാൻ 2-3 വട്ടം മുഖം കഴുകി ഉറങ്ങൂലെന്നുള്ള ഇതില് ഉറക്കം വരുന്നേ. എന്താ ചെയ്യാ? ഒരു ഇടങ്ങാറ്. അതിനെന്താ ഒരു മാർഗം പറഞ്ഞു? മാർഗം വേറൊന്നുമില്ല. നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുക. നിങ്ങൾ എന്റെ മുഖത്ത് കാണുമ്പോ എന്നെ കാണുമ്പോ ഉറക്കം വരുന്ന ആളുണ്ട്. പിന്നെ ഞാൻ എന്താ പറഞ്ഞു തരിക? ഈ ഇരിക്കുന്ന എന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായാലും. ജേണി ടു ഹാപ്പിനെസ് ക്ലാസ്സിൽ വന്ന മാലിന്യങ്ങളാണ്, ബ്ലോക്കേജുകളാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. നിങ്ങളെ കംപ്ലീറ്റ് ബോഡിയിലുള്ള നിങ്ങൾ വേണമെങ്കിൽ രാവിലത്തെ മെഡിറ്റേഷൻ ജോയിൻ ചെയ്ത് ഞങ്ങൾ എന്താ പറയാ മറ്റ് കുറെ പരിപാടികളുണ്ട്, അതിലൂടെ ഇതെല്ലാം എനർജൈസ് ചെയ്ത് ഏൽപ്പിച്ചാണ്. ബ്ലോക്കേജ് ആണ്, ഭയങ്കര ബ്ലോക്കേജ് ആണ് ഇത്. നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ മറുപടി. നിങ്ങൾ ഇത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും, തമാശ രൂപേണ നമുക്ക് തോന്നും. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടല്ലോ, ഇറ്റ്സ് വെരി 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 പെയിൻഫുൾ ആണ്. ലൈഫ് തകർന്ന് തരിപ്പണമായി പോകും. ഡിപ്രഷൻ എന്ന് പറയുന്നത് എത്രയും മൂർധന്യത്തിലെത്തുമോ അത് ഇത്തരം ആൾക്കാർക്കാണ്. കാരണം ഇത് സംഭവിക്കുന്ന ഒന്നുമല്ല. ലളിതമായി പറഞ്ഞുതരാം. നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഫ്ലോ കംപ്ലീറ്റ് തകർന്നു കിടക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രീത്തിങ് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ അവിടെയും അതടച്ചുണ്ട് വരട്ടെ.
ഇന്ന് രാവിലെ 5:30 എണീറ്റു മെഡിറ്റേഷൻ സാറിന്റെ അതിൽ കയറാൻ വേണ്ടിട്ട്. 5:30 എണീറ്റ് ഒരു 15 മിനിറ്റ് ഇരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി എവിടെ ടേബിൾ വരുന്നു. അത് ഞാൻ പറഞ്ഞത് കേൾക്കുക. നമ്മുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി കിടക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ എനർജിയെ ചാനലൈസ് ചെയ്യാതിരുന്ന ഒന്നും നടക്കില്ല. അത്രയും വിഷയമാണ്. മനസ്സും ശരീരവും ഫുൾ ബ്ലോക്കാണ്. നിങ്ങൾ ശരിക്കും മനസ്സിനെ മനസ്സിലാക്കി എങ്ങനെ ചെയ്താലും ശരീരത്തെ മാറ്റിയെടുക്കാൻ തയ്യാറാവാത്തിടത്തോളം കാലം നമുക്കിത് രക്ഷയില്ല. ജേർണി ടു ഹാപ്പിനെസ് വന്ന് പഠിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് നടന്നു കിട്ടിയാൽ പിന്നെ പൊക്കോളും. അത്രയും വിഷയമുള്ള കാര്യമാണ് ഇത്. എങ്ങനെയെങ്കിലും മെഡിറ്റേഷൻ എഴുന്നേറ്റ് വരിക. പക്ഷെ മെഡിറ്റേഷൻ ആദ്യമൊക്കെ നിങ്ങൾ ഉറങ്ങും, ശരിയായിരിക്കും. പക്ഷെ ശരീരം, ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്യാറില്ലല്ലോ അല്ലേ? ഇല്ല നമ്മൾ പഠിച്ചതാട്ടാ. EFT കോഴ്സ് അതൊക്കെ പഠിച്ച് ഒക്കെ എല്ലാം അറിയും. അതൊക്കെ അറിയും, പക്ഷെ ചെയ്യണ്ടേ? ചെയ്യണമല്ലോ. സർ നമസ്കാരം, ഞാൻ എക്സസൈസ് മസ്റ്റ് ആണ്. എക്സസൈസ് ഫസ്റ്റ്, ജേർണി ടു ഹാപ്പിനെസ് ചേർന്നാൽ ക്ലിയർ ആയി കിട്ടും കേട്ടോ. വേറെ വഴിയില്ല, ശരിയാക്കി എടുക്കാം. യെസ് സർ നമസ്കാരം, ഞാൻ ശ്രീജ, പാലക്കാട്. ഞാൻ 3 മണിക്ക് എണീക്കും. എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്, പിന്നെ യോഗ ചെയ്യാറുണ്ട്. ക്ലാസ്സിന് സമയമില്ല. അയ്യോ സോറി കേട്ടോ, എനിക്ക് മറ്റൊരു ക്ലാസ് ഉണ്ട്, ഞാൻ മറന്നുപോയി. ബാക്കി അടുത്ത ദിവസം സംസാരിക്കാം കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു.